ഇത് കഴിക്കാനല്ലേ ഇത് കഴിക്കാൻ ഇത് കഴിച്ചിട്ടില്ലേ പിന്നെ അപ്പം വേണ്ട 120 രൂപ 150 എന്താന്ന് കഴിക്കണ ഞാൻ വെറുതെ നോക്കണം എന്താ നോക്കാം വിളിച്ചോണ്ട് എന്താ വാങ്ങിക്കില്ലേ നീല്ല എനിക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ ഞാനാ എൻ്റെ നയാ പൈസ ഇല്ല നല്ല കാര്യം പൈസ ഞാൻ ജോലിക്ക് പോണില്ലല്ല കൊള്ളാം അത് ചാർജയാ മോന് വാങ്ങിച്ചു കൊടുക്കുന്നില്ല ഇതിനെ കൊണ്ട് മോന് കൊണ്ടുകൊടുക്കും അല്ലെ അവൻ കിടന്നിട്ട് കരയും എന്തേ കട്ട്ലറ്റ് ഇതിനെങ്ങനല്ലേ ഇതണ്ട അതില്ലേ എന്തല്ലേ ആരാ ആരാ അതെ ആ സ്ട്രോബെറി ആണോ മറ്റേതോ അവിടെ വിളിച്ച് ചമയോ വേണ്ട ഞാനും ഈ ചെറുത് മതി അവിടെ മാത്രം മതി കുൽഫിയാ ആ ഒന്ന് മതി വേറെ എന്തിനാണോ ഇതാ വേറെ എന്തെങ്കിലും വേണോ ഒരു ഡയറി മിൽക്ക് കൂടാതെ ഒരു ഡയറി മിൽക്ക് 40 പശു അഞ്ചാ
ചേട്ടാ ഒരു മര്യാദയില്ല ചേട്ടാ. ചേട്ടാ ഒരു മര്യാദയില്ല. നീ നീ അതിൽ നട്ടരുത്, നീ അതിൽ നട്ടരുത്. ഇത് പറഞ്ഞത് കുഴപ്പമില്ലേ? ഓ അങ്ങനെ കിടക്കണല്ലേ. എന്തിനേ? ഓ ഉണങ്ങിനൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ വിചാരിച്ച അതിൽ പൂവൊന്നുമില്ലേ, അപ്പോൾ ഇത് ആടിപ്പോൾ പൂവൊക്കെ ഇതാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ തെങ്ങിന്ന് ഒരു ഓല വെട്ടിച്ചേട്ടെ. എന്തൊക്കെയാണ് അപ്പികളെ ഫോണിലെന്താ? ഇല്ല എന്തോന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ കൊച്ചിലെ ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന സാധനമല്ലേ? യെസ് നൊങ്ക് വണ്ടി. നമ്മളെ പാറശാലയിലുള്ളവരെല്ലാവരും കുഞ്ഞിലെ നൊങ്ക് കുടിക്കും, എന്നിട്ട് വണ്ടി ഉണ്ടാക്കിക്കൊണ്ട് നടക്കും, വണ്ടി ഉണ്ടാക്കി ഓട്ടിക്കും കേട്ടാ. അങ്ങനെ അത് ഇന്നലെ കണ്ടപ്പോഴേ എനിക്കൊരു മോഹം അതേപോലെ ഉണ്ടാക്കാമെന്ന്. പണ്ട് പെമ്പിള്ളേർ ആമ്പിള്ളേരൊക്കെ നമ്മൾ കൊച്ചിലെ ഇങ്ങനെ വണ്ടി ഓട്ടിച്ചുകൊണ്ട് നടക്കും. പക്ഷെ നമ്മൾ കുറേ നേരം വണ്ടി ഓട്ടിച്ച് ഇതാകുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഇതിൽ വെച്ചിരിക്കുന്ന കമ്പ് ഇങ്ങനെ ഇതായിപ്പോവും. പക്ഷെ എനിക്കത് എന്നിട്ട് അത് തിരിച്ച് ഇതാക്കാൻ പറ്റൂല. ഞാൻ ഉരുട്ടും അത് ഇളവിപ്പോവും. എനിക്ക് എൻ്റെ അപ്പൂപ്പ ഉണ്ടാക്കി തരും. ഇങ്ങനെയാ ഉണ്ടാക്കണേ. എനിക്ക് എന്തിനാ അതിൽ 2 കമ്പ് വെച്ചിട്ട് ഇതിനെ കീറി അങ്ങ് ഇങ്ങനെ വെച്ച് തരും. അത് ഞാൻ ഉരുട്ടുമ്പോൾ അങ്ങളായിപ്പോ. ഇങ്ങനെ ഒന്നും ചെയ്ത് തരൂലേ? ഇപ്പോൾ ഒരു മടലെടുത്തിട്ട് മടലിൻ്റെ സൈഡ് ഇങ്ങനെ കീറിയിട്ട് ആ നൊങ്കാൻ കൂത്തയില്ലേ, അതിൽ 2 കമ്പെടുത്ത് അറിയുമല്ലോ. ഒരു കമ്പിൽ 2 അറിഞ്ഞ് വെച്ചിട്ട് ഈ കമ്പിന് അതിലിങ്ങനെ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും. അല്ലാതെ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരൂല. ചിലപ്പോൾ അമ്മച്ചേരിക്കും ഇങ്ങനെ വെച്ച് എന്തെങ്കിലും അതിരിക്കുന്നേനെ. കാരണം അവരെങ്ങനെ ഉണ്ടാക്കി തരും. തന്നെ ഇല്ലതായി അത് ചെറിയ ഇതല്ലേ? വാടിപ്പേ അതെയാണ്. കുഞ്ഞു പപ്പ വണ്ടി ഉണ്ടാക്കി തരാം, മോളിഞ്ഞു വാ. ഞാനാ? പക്ഷെ വലിയ ഇതായിരുന്നെങ്കിൽ ഇല്ല, അത് വേണ്ട. അത് തീരെ ചെറുതായിപ്പോയില്ലേ? അത് ചെറുതല്ലേ? കുഞ്ഞു വണ്ടി ഉണ്ടാക്കണ കാണാൻ വന്നിരിക്കണ മോളു. കൊച്ചു പിള്ളേരിങ്ങനെ വണ്ടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞു നമ്മളെ ബാക്കിൽ നടക്കും കേട്ടോ. എന്തെങ്കിലും ചെയ്യണമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നേരത്തെ ചിലങ്കായിരുന്നു, ഇപ്പം ചിലങ്ക വരില്ല. ഇപ്പം ഇവള് കണ്ടാ ചേട്ടൻ വണ്ടി ഉണ്ടാക്കണ കണ്ടാ? ഇതാണ് നമ്മളിവിടെ പാറശാലക്കാർ ഉണ്ടാക്കുന്ന വണ്ടി. നമ്മൾ പുതിയ വണ്ടി ഉണ്ടാക്കണേ, പുതിയ വണ്ടി ഉണ്ടാക്കണേ മോളൂട്ടി. എനിക്ക് പെട്ടെന്ന്, ഞാൻ പെങ്കൊച്ചല്ലേ, പെട്ടെന്ന് അത് ആമ്പിളറാണെങ്കിൽ ഇങ്ങനെ സെറ്റായിട്ട് നല്ല ഇതിലുണ്ടാക്കും. എനിക്കിങ്ങനെ ഒരു ഇല്ല അത് എളുപ്പത്തിൽ ഞാൻ കുറേ നേരമല്ലേ ഉരുട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് മനസ്സിലായി. ഇതേപോലെ ഒരു കമ്പെടുത്തിട്ട് ഇവിടെ 2 കീറി ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇതേപോലെ 2 സൈഡിലും കുത്തിയിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചിലപ്പോൾ അത് മാറും. പിന്നെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ച് അത് മാറിപ്പോവും. ഊട്ടേക്ക് അങ്ങനെ വണ്ടി സെറ്റായി ചേട്ടാ. അയ്യേ ഉരുളനില്ല. എവിടെ? അത് ലൂസാക്കണമായിരുന്നു. നിങ്ങൾ ഉരുട്ടേക്ക് മഴ വരണം.
ഉറുമ്പ് മേലിൽ പൂ പറിക്കും മുല്ലമൊട്ട് പറിക്കാൻ പോയപ്പോൾ മേലൊക്കെ ഉറുമ്പ് കയറി. അങ്ങനെ നമ്മളെ വണ്ടി സെറ്റായി ഏട്ടാ. ഇതാണ് നമ്മളെ പാറശാലക്കാർ നുങ്ക് കുടിച്ചിട്ടുണ്ടാക്കുന്ന വണ്ടി. ആ വണ്ടി പൊളിഞ്ഞ്, അതൊക്കെ കുഴപ്പമില്ല. വണ്ടി പൊളിച്ച് ഇത് ചെറിയ കമ്പ് വയ്ക്കണമായിരുന്നു. അത് തന്നെ. ഇത് ഇത്രയും വണ്ണം പാടില്ല. ഉറുമ്പ് കളിക്കും. ആ മുല്ലയിൽ മൊത്തം ഉറുമ്പ്. ഇത് ഇനി കുറച്ചുകൂടെ ഹോൾ വലുതാണ്. സെറ്റായി ഏട്ടാ വണ്ടി. ആദ്യം പൊളിഞ്ഞെങ്കിലും രണ്ടാമത് സെറ്റായി. എങ്ങനെ ഉണ്ട്? ഇതാണ് നമ്മൾ ഓട്ടിക്കും. അങ്ങനെ നമ്മളെ വണ്ടി സെറ്റായി. ഇതാണ് നമ്മളെ പാറശാലക്കാരെ നൊങ്കു വണ്ടി. വണ്ടി ഓട്ടിക്കൊണ്ട് പോണേ. ഈയിടെ കൊച്ചു വാ. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇടിക്കും വണ്ടി. ഇവിടെ ഞാൻ ഒറ്റ എനിക്ക് ജോലി കിടക്കണം. എന്തോന്നു? ഓ അതിങ്ങനെ സൈഡ് ഇങ്ങനെ. ഓ ആ മോഡലൊന്നും വേണ്ട. പോവല്ലേ അല്ലേ? എല്ലാം അറിയല്ലേ? സെറ്റ് തന്നെ. എനിക്ക് പിടിക്ക. എനിക്കാണെങ്കിൽ ഇതേണ്ട ഇത് വെച്ച് തരും. ഇത് ഹോൾ ഇടൂല. ഇങ്ങനെ അപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നറിയാമ, ഇങ്ങനെ ആക്കുമ്പോ അത് പോവും. ഈ നാണക്കെടുക്ക ഉരുട്ടിക്കളിക്ക് കുഴപ്പമില്ല. കൊള്ളാ സിത്തുവാ, നിനക്ക് വേണോ? ബാക്ക് ഫ്രണ്ട് എങ്ങനെയാണെങ്കിലും കൊള്ളൂല്ലേ? സേതുവിന് വേണോ? എന്നിട്ടേക്ക് നിനക്കൊരു സാധനം ഉണ്ടാക്കി നിന്റെ പപ്പ. ഓടിയാ ഓടി വാ, നിനക്കൊരു സാധനം ഉണ്ടാക്കി. ഓടിച്ചോണ്ട് ഫ്രണ്ട് വഴി ഇറങ്ങി പോ. ഉടുപ്പ് വേണ്ട, ഞാൻ ബാക്ക്. രണ്ടിനായിട്ട് ഉരുട്ടി കളിക്ക്. ഇതാപ്പടി സിത്തുവിന് ഞാൻ അതാ പപ്പയും മോളും കൂടെ വണ്ടി ഓട്ടിക്കണേ. സിത്തില് ചേട്ടൻ എന്തോന്ന് പറഞ്ഞാലും അതേപോലെ കേൾക്കും കേട്ടാ. എങ്ങനെ നിർത്തിയാലും അതേപോലെ നിൽക്കും. പോണണ്ട പാപ്പ വേണമെങ്കിൽ നിൽക്കൂല, അങ്ങ് ഓടിക്കളയും. പാപ്പുവെങ്കിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യൂല. പെടച്ചോടിച്ചേക്കത്. അവർക്ക് ഉടനെ ചേട്ടൻ്റെ മുഖത്ത് നോക്കണം. നമ്മള് വണ്ടി ഓടിക്കുമ്പോ എപ്പോഴും സ്ട്രെയിറ്റ് ആണ് നോക്കാം. നേരെ നോക്ക്, അല്ലെങ്കിൽ വണ്ടി ഒന്നും സിത്ത് എങ്ങനെ ചേട്ടൻ